ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത മഴ തുടരുന്നു. ജമ്മുകാശ്മീരിൽ മഴക്കെടുതിയിൽ 10 മരണം. കൊച്ചിയിൽ നടക്കുന്ന ലോക് സംവർദ്ധൻ പർവ് 5ാം പതിപ്പിൽ ഇന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കസാഖിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്വിഫ്റ്റ് കൌർ സാമ്രയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനത്തിന് നാളെ തുടക്കം. ഈ മാസം 29, 30 തീയതികളിൽ ജപ്പാൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയ്ക്കൊപ്പം 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 31-നും അടുത്ത മാസം 1-നും പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കും. ചൈനയിൽ നടക്കാനിരിക്കുന്ന 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ മധ്യ കിഴക്കൻ ഭാഗങ്ങളിൽ അടുത്ത 5 ദിവസം കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, കേരളം, മാഹി, ഗോവ എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജമ്മുകശ്മീരിൽ മഴക്കെടുതി രൂക്ഷം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10-ലേറെ പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. മിക്ക നദികളും അപകടരേഖയ്ക്ക് മുകളിൽ ഒഴുകുകയാണ്. ഒരു റിപ്പോർട്ട്. ജമ്മുവിൽ പലയിടത്തും വൈദ്യുതി വിതരണവും ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സപ്പെട്ടു. അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ ഓഫീസുകളും ഇന്ന് അടച്ചിടും. കനത്ത മഴയെ തുടർന്ന് കത്ര, ഉധംപൂർ, ജമ്മു റെയിൽവേ സ്റ്റേഷനുകളിലേക്കും തിരിച്ചുമുള്ള 18 ട്രെയിനുകൾ വടക്കൻ റെയിൽവേ റദ്ദാക്കി. 4 ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ജമ്മു കശ്മീർ സർവീസസ് സെലക്ഷൻ ബോർഡ് ഈ മാസം 31-ന് നടത്താനിരുന്ന ജൂനിയർ സിവിൽ എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള പരീക്ഷ മാറ്റിവച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. തിങ്കളാഴ്ച രാത്രി മുതൽ ജമ്മു മേഖലയിൽ വ്യാപക നാശം വിതച്ചുകൊണ്ട് അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പഞ്ചാബിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 7 ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 36 മണിക്കൂറായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം ബിയാസ്, രവി നദികൾ കരകവിഞ്ഞൊഴുകിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത്. സൈന്യം, BSF, NDRF എന്നിവയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ മാസം 30 വരെ പഞ്ചാബിലെ എല്ലാ സ്കൂളുകൾക്കും മുഖ്യമന്ത്രി അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകുന്ന നദികളിൽ നിന്നും ഇന്ത്യയ്ക്ക് വെള്ളം തുറന്നുവിടേണ്ടി വന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ 10,000-കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ച് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ നയതന്ത്ര ബന്ധമായിരുന്നു ഇത്. കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലെ വിവിധ ജില്ലകളിൽ ഒഴിപ്പിക്കൽ പുരോഗമിക്കുകയാണെന്ന് പാകിസ്ഥാന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പൂഴ്ത്തിവയ്പ് തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ഗോതമ്പിന്റെ ശേഖരത്തിന് പരിധി ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മൊത്ത കച്ചവടക്കാർക്കും ചില്ലറ വ്യാപാരികൾക്കും ഉൾപ്പെടെ ഇത് ബാധകമായിരിക്കും. മൊത്ത കച്ചവടക്കാർക്കുള്ള സ്റ്റോക്ക് പരിധി 3000 മെട്രിക് ടണ്ണിൽ നിന്ന് 2000 ടണ്ണായും ചില്ലറ വ്യാപാരികൾക്ക് 8 ടൺ ആയും നിജപ്പെടുത്തിയെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിൽ നടക്കുന്ന ലോക് സംവർദ്ധൻ പർവ് 5ാം പതിപ്പിൽ ഇന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. ന്യൂനപക്ഷ വിഭാഗത്തിലെ കരകൌശല വിദഗ്ധർ, സംരംഭകർ തുടങ്ങിയവർക്ക് ദേശീയ തലത്തിൽ അവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് ഉടനീളമുള്ള നെയ്ത്തുകാർ, പാചക വിദഗ്ധർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, കരകൌശല വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് വിനായക ചതുർത്ഥി.
ചതുർത്ഥിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ പ്രത്യേക പൂജകൾ ആരംഭിച്ചു. വീടുകളിലും വിഗ്രഹ പൂജ നടക്കുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. ഉത്സവാഘോഷവേളയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകണമെന്നും ശ്രീമതി മുർമു ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് വിശാഖപട്ടണത്ത് നടന്നു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിവയുടെ മികച്ച ഉദാഹരണമാണ് നാവികസേന യുദ്ധക്കപ്പലുകളെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. बार बार कहता हूं कि हमारा उद्देश्य शक्ति प्रदर्शन नहीं है. भारत कभी भी एग्रेसिव एक्सपेंशनिज्म में विश्वास नहीं करता है. पूरा विश्व जानता है कि हमने कभी किसी देश पर पहले हमला नहीं किया है. वसुधैव कुटुंबकम का संदेश भी सारे विश्व को दुनिया के किसी देश की धरती से गया है तो केवल और केवल हमारे और आपके देश भारत की धरती से ही गया है. लेकिन इसका मतलब ये भी नहीं है कि हम कभी पीछे हट जाएं. जब हमारी सुरक्षा पर हमला होता है तो हम उसका सही रिस्पांस देना भी जानते हैं. ഉദയഗിരി മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയിലും ഹിമഗിരി കൊൽക്കത്തയിലുമാണ് നിർമ്മിച്ചത്. ചരക്കു സേവന നികുതി നിരക്കുകൾ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പരത്തരുതെന്ന് കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെട്ട GST കൌൺസിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതെന്നും ബോർഡ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഊഹാപോഹങ്ങൾ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം സൃഷ്ടിച്ചേക്കാമെന്നും CBIC പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇത് സംബന്ധിച്ച് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% ഉയരും. നടപടി അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്നലെ രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് വയനാട് താമരശ്ശേരി ചുരം പൂർണ്ണമായും അടച്ചു. ഇന്നു രാവിലെ വിദഗ്ധ സംഘമെത്തി ചുരത്തിൽ പരിശോധന നടത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. 9ാം വളവിൽ ഇന്നലെ രാത്രി ഇടിഞ്ഞ റോഡിലെ മണ്ണ് ഭാഗികമായി നീക്കം ചെയ്ത ശേഷം ചുരത്തിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ പൂർണ്ണമായും കടത്തിവിട്ട ശേഷമാണ് ചുരം അടച്ചത്. ഇന്ന് രാവിലെ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി മണ്ണിടിച്ചിലിന്റെ കാരണങ്ങൾ വ്യക്തമായി പരിശോധിക്കും. തുടർന്ന് ചുരത്തിന്റെ ബലപരിശോധന നടത്തും. തുടർന്നായിരിക്കും ചുരം റോഡിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന പാറക്കല്ലുകളും മണ്ണും മരവും നീക്കം ചെയ്യൽ ആരംഭിക്കുക. ചുരം പൂർണ്ണമായും അടച്ചതോടെ കുറ്റ്യാടി ചുരത്തെയാണ് ആളുകൾ ആശ്രയിക്കുന്നത്. കോഴിക്കോടേക്കുള്ള KSRTC സർവീസുകൾ കുറ്റ്യാടി ചുരം വഴി പുനരാരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാർ പൂർണ്ണമായും മറ്റു ചുരങ്ങളെ ആശ്രയിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിശക്തമായ രീതിയിൽ തന്നെ പാറക്കെട്ടുകൾ ഇടിഞ്ഞതോടെ ആശങ്കയിലാണ് വയനാട്ടുകാർ. കസാഖിസ്ഥാനിൽ നടന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇനത്തിൽ ഇന്ത്യയുടെ സ്വിഫ്റ്റ് കൌർ സാമ്രയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് 8 ഫൈനലിൽ ഇന്ത്യൻ താരം ആഷി ചൌസി 7ാം സ്ഥാനത്തെത്തി. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഒളിമ്പിക് മെഡൽ ജേതാവായ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര പങ്കെടുക്കും. നാളെയാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണം ഇന്നു മുതൽ. റേഷൻ കടകൾ വഴിയാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് 14 ഇനം അവശ്യ വസ്തുക്കൾ അടങ്ങിയ കിറ്റ് നൽകുന്നത്. 17ാമത് കേരള രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേള ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വൈകുന്നേരം 6 മണിക്ക് കൈരളി തിയേറ്ററിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ രാകേഷ് ശർമ്മയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും. 9ാമത് ആയുർവേദ ദിനം അടുത്ത മാസം 23 ആഘോഷിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. ഇതാദ്യമായാണ് ആയുർവേദ ദിനം ആഘോഷിക്കുന്നതിനായി നിശ്ചിത തീയതി തീരുമാനിക്കുന്നത്. ഭൂമിക്കും ജനങ്ങൾക്കും വേണ്ടി ആയുർവേദം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത മഴ തുടരുന്നു. ജമ്മു കശ്മീരിൽ മഴക്കെടുതിയിൽ 10 മരണം. കൊച്ചിയിൽ നടക്കുന്ന ലോക് സംവർദ്ധൻ പർവ് 5ാം പതിപ്പിൽ ഇന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കസാഖിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്വിഫ്റ്റ് കൌർ സാമ്രയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.